നമസ്കാരം. സ്റ്റാർനെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഈ ഓണനാളിൽ ഒരുപക്ഷെ നമ്മൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു അതിഥിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സിനിമയിൽ കലാമൂല്യത്തിനൊപ്പം ഒരു സാമൂഹിക കമ്മിറ്റ്മെൻറ്റ് കൂടെ ചേർത്ത് നമ്മൾക്ക് നൽകിയ ശ്രീ മേജർ രവി സാർ. ഇന്ന് മേജർ രവി സാറാണ് ഇന്ന് സ്റ്റാർനെറ്റ് പ്രേക്ഷകർക്കൊപ്പം ഈ ഓണനാളിൽ നമ്മളുടെ ഓണം ധന്യമാക്കാൻ എത്തിയിരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിൽ നല്ല ഒരു ഓണാശംസ, ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസ താങ്കൾക്ക് നൽകുകയാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എൻ്റെ വക അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. സാർ, ഇന്ന് ഓണ ദിവസമാണ്. മേജർ രവിയുടെ ഓണം പ്രത്യേകതകൾ എന്താണ് ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ? ഇപ്രാവശ്യത്തെ ഓണം ഞാൻ ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ്. മോഹൻലാലിൻ്റെ കർമ്മയോദ്ധ എന്നുള്ള ഷൂട്ടിങ് ഞങ്ങൾ 15-ാം തീയതി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പം ഈ ദിവസം ഒരു ചെറിയൊരു ബ്രേക്ക്. സിനിമ, ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഒരു സിനിമയിലേക്ക് വരുന്നു. ഒരു മേജർ എന്നുള്ളൊരു പദവിയിൽ നിന്നുകൊണ്ട് തന്നെ സിനിമയിലേക്ക് വളരെ നല്ല കുറേ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള സിനിമ എടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. സിനിമ എന്നത് മനസ്സിൽ ഉണ്ടായിരുന്ന ആ കാലത്തും, ആർമിയിൽ ഉണ്ടായിരുന്ന കാലത്തും സിനിമ എന്നത് മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. സിനിമ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെ മനസ്സിനകത്തും ഉള്ള ഒരു പ്രത്യേക ഒരു ഫീൽ ഗുഡ് വികാരമാണത്. അതിനെ നമ്മൾ ഒരു കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർ ടോം ആൻഡ് ജെറി കാണും. അവർക്കതിൽ ആ ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു സിനിമയാണ്. ഓക്കെ, മേക്ക് ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളറിയാതെ നമുക്കുള്ള ലൈക്കിംഗ് ആണ് ഈ സിനിമ എന്നുള്ളത്. ദുർലഭം അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 0.00001% സിനിമയായിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ജനങ്ങളെ കാണുന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സിനിമയെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. സിനിമയിൽ എന്തെങ്കിലും ആവാൻ ആഗ്രഹിക്കുന്നവർ, ആ ഒരു വികാരം എല്ലാ മനുഷ്യൻ്റെ മനസ്സിനകത്തും ഉണ്ട്. ചിലരതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. ചിലരിപ്പോൾ സിനിമാക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആ ഉള്ളിൽ ആരാധന ഉണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഐ ഡോണ്ട് കെയർ ഫോർ യു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഈഗോ പ്രോബ്ലം. സോ ഫർഗെറ്റ് അബൌട്ട് ദാറ്റ് തിങ്. സോ ഞാനെന്ന മനുഷ്യനിൽ സിനിമ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു വലിയ നായരതറവാട്ടിൽ ജനിച്ച ആളാണെങ്കിൽ കൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പൈസയുടെ റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഓണം, വിഷു, തിരുവാതിര ഈ 3 ആഘോഷങ്ങളിലാണ് നമുക്ക് സിനിമ കാണാൻ വീട്ടിൽ നിന്ന്, തറവാട്ടിൽ നിന്ന് പൈസ കിട്ടുന്നത്. അത് കാരിസിൻ്റെ കയ്യിൽ ഒരു 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒഫീഷ്യലായിട്ട് പോകുന്ന സമയത്ത് അന്ന് ഈ 50 പൈസയ്ക്കുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ 1 രൂപ. ആ 1 രൂപ കൊടുക്കും. പക്ഷെ ഞാൻ കാരിസിനെ മണിയടിച്ചിട്ട് 10 പൈസയ്ക്ക് അന്ന് തറയുണ്ടായിരുന്നു. തറ എന്ന് പറഞ്ഞാൽ ബെഞ്ചിൻ്റെ മുമ്പിൽ മണൽ വിരിച്ചിട്ടുള്ള തിയേറ്ററിൻ്റെ അതിൽ. അപ്പോൾ അവിടെ ഇരിക്കാൻ 10 പൈസ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുകയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി 90 പൈസ സേവിങ്ങും ഉണ്ട്. സോ സിനിമ എന്നും ഒരു നോസ്റ്റാൾജിയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എന്തോ ഒരു പ്രത്യേക സംഭവം. ഈ ഒരു തുണിയുടെ ഉള്ളിൽ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ കാണുന്നു എന്നുള്ളൊരു അത്ഭുതം ഒരു കുട്ടിയായിരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. സോ ഐ ലവ്ഡ് സിനിമ. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ചിലപ്പം 10ാം ക്ലാസ്സിൽ ഞാൻ ഹൈസ്കൂളിൽ ചെന്നപ്പം വീട്ടിൽ നിന്ന് ഫ്രീഡം കിട്ടി. കാരണം വീട്ടിൽ നിന്ന് ദൂരെയാണ് ഹൈസ്കൂൾ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ള വീട്ടിലാർക്കും അറിയില്ല, അച്ഛനോ അമ്മയ്ക്കോ ഒന്നും അറിയില്ല. അപ്പോൾ അവിടുന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് 8ാം ക്ലാസ്സിൽ ക്ലാസ് കട്ട് ചെയ്ത് സിനിമാ തിയേറ്ററിൽ പോയിരുന്നു സിനിമ കാണലും. ഇത് റെഗുലറായിരുന്നു. അങ്ങനെ ഞാൻ 9ലും തോറ്റു, 10ലും തോറ്റു. കാരണം എന്ന് വെച്ചാൽ നെവർ യൂസ് ടു ബി ഇൻ ദ ക്ലാസ്. അത് ഈ സിനിമയോടുള്ള ഇൻട്രസ്റ്റ് കാരണമായിരിക്കും. അപ്പോൾ തോൽക്കുന്ന എന്താണെന്നുള്ള അച്ഛനൊന്നും അറിയില്ല. പഠിക്കാത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിൽ കയറുന്നില്ല, സിനിമ കാണാൻ വേണ്ടി ചാടിപ്പോയിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ ലൈക്കിംഗ് ടു എ സിനിമ. ഇത്ര ആഗ്രഹം ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് അപ്പോൾ സിനിമയിൽ വരാതെ? അന്ന് നമുക്ക് സിനിമ എന്നുള്ളതല്ല, സിനിമ നമുക്ക് എത്തിപ്പെടാൻ കയ്യെത്താത്ത ദൂരത്തുള്ള എന്തോ ഒരു മിഥ്യയാണെന്നുള്ളതാണ് അന്നത്തേക്ക് നമ്മുടെ വിചാരം. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അന്ന് അങ്ങനെ തന്നെയായിരുന്നു. സിനിമക്കാരെന്ന് പറയുന്നത് പ്രേം നസീർ, സത്യൻ, ഇവരൊക്കെ താമസിക്കുന്ന മദ്രാസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ്. കേരളത്തിലെ പട്ടാമ്പിയിൽ നിന്ന് മദ്രാസ് എന്ന് പറയുന്നത് 1.5 day ജേണി ഉണ്ട്. അപ്പം അതൊന്നും യു കാൻ റീച്ച് എന്നുള്ള ഇമാജിനേഷൻ. പിന്നെ വല്ലപ്പോഴൊക്കെ ഇവരുടെ അഡ്രസ്സൊക്കെ മാസികയിൽ ഏതെങ്കിലുമൊക്കെ വല്ലവരും കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് നമ്മൾ കത്തെഴുതുക,
നമുക്കറിയാം നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ഇവർ ഈ കത്തൊക്കെ വായിക്കും എന്നുള്ളതാണ്. എന്നിട്ട് തൊള്ളയിൽ തോന്നുന്ന എല്ലാം എഴുതും, നമ്മുടെ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. സോ അങ്ങനൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ പട്ടാളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേർന്നത് എൻ്റെ ഒരു വരുമാനം, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വാതന്ത്ര്യം, ഈ കൂട്ടുകുടുംബവും അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും എല്ലാം ഇല്ലാതെ പഠിക്കേണ്ടാത്തൊരു ലോകം, പുസ്തകമില്ലാത്തൊരു ലോകം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പട്ടാളത്തിൽ പോയി ചെയ്തത്. 10ാം ക്ലാസ് തോറ്റപ്പം ചെയ്ത പണിയാണത്. പക്ഷെ അതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ പഠിപ്പ് തുടങ്ങിയത്. 10ാം ക്ലാസ് തോറ്റ അവിടെ ചെല്ലുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഞാൻ നല്ലൊരു സ്പോർട്സുകാരനാണെന്നുള്ളത്. അതുവരെ എനിക്ക് സ്പോർട്സിൽ യാതൊരു വിധത്തിലുള്ള ഇതും ഉണ്ടായിരുന്നില്ല. പട്ടാളത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ അറിയുന്നത് ഞാൻ നല്ലൊരു പോൾ വോൾട്ടറാണ്. ഞാൻ സർവീസസും നാഷണലും വരേക്ക് 3 വർഷത്തിനുള്ളിൽ ഞാൻ അവിടെ പോകുന്നു. സ്വിമ്മിങ് സർവീസസ് വരേക്ക് പോകുന്നു, ഹാൻഡ്ബോൾ കളിക്കുന്നു, എല്ലാ കളികളിലും ഞാൻ അന്നാണ് വരുന്നത് പട്ടാളത്തിൻ്റെ ഈ പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ. അപ്പോൾ അതെല്ലാം കിട്ടിയപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. സ്പോർട്സ് ചെയ്യുക, തിരിച്ചു വന്ന് മറ്റുള്ളവരെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ പുസ്തകം എടുത്ത് പഠിക്കും. അങ്ങനെ ഞാൻ 6 മാസത്തിൽ ഞാൻ 10ാം ക്ലാസ് പാസ്സാവുന്നു. 1 വർഷത്തിൽ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറോടുകൂടി പാസ്സാവുന്നു. ദെൻ ഐ അപ്ലൈഡ് ഫോർ ഗ്രാജുവേഷൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഫ്സർ ടെസ്റ്റിന് പോകുന്നതും ഓഫ്സർ ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നതും. പിന്നെ 4 വർഷം ട്രെയിനിങ്, ഗ്രാജുവേഷനും എല്ലാം കൂടെ കഴിഞ്ഞ് ഞാൻ ഓഫീസറായിട്ട് 85 ഞാൻ പുറത്തു വരുന്നു. ഈ 8ലും 10ലും തോറ്റ മനുഷ്യനാണ് ഇത്രയും ഇങ്ങനെ ഒരു ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ ദ ഓഡിയൻസ് ടു. നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും തന്നിട്ട് നമ്മളെ പഠിക്കാൻ വിടുന്ന സമയത്ത് ഇന്ന് കുട്ടികൾ അവർ ശ്രദ്ധിക്കുന്നില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അന്ന് പിന്നെ അച്ഛൻ അത്ര വലിയ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഗവൺമെൻറ് UPSലാണ് സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷേ സ്വന്തമായിട്ട് നമ്മളൊരു കാലിൽ നിന്ന് സ്വന്തമായിട്ട് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അറിയുന്ന സമയത്ത് ആണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇതല്ല ജീവിതം, ഇതിനപ്പുറത്ത് കുറേ ഉണ്ട്. അച്ഛനമ്മമാരുടെ പ്രൊട്ടക്ഷനിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് നമുക്ക് സമൂഹത്തിൽ യാതൊരു വിലയില്ല. ഇന്നേ വരെ എന്നെ അറിഞ്ഞിരുന്നത് പെരുമ്പ്ര നായരുടെ മകൻ എന്ന് പറയുന്ന രവീനെയാണ് പട്ടാമ്പിയിൽ അറിഞ്ഞിരുന്നത്. ഇന്ന് എനിക്ക് രവി എന്നുള്ള പേരിൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാനതിന് പ്രവർത്തിച്ചേ പറ്റൂ എന്നുള്ള തന്നെത്താൻ ആ വകതിരിവ് വരുന്ന സമയത്താണ് ഞാനിത് പഠിക്കുന്നത്. സോ ഈ 9ലും 10ലും തോറ്റിട്ടുള്ള ആൾ വിത്തിൻ 2 years 10ാം ക്ലാസ്സും പാസ്സായി, പ്രീ ഡിഗ്രി സെക്കൻഡ് ഡിവിഷനിൽ പാസ്സായി, BA ഫസ്റ്റ് ഇയർ പഠിക്കുക എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ പണ്ടൊക്കെ അച്ഛൻ പരീക്ഷയുടെ സമയത്ത് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കാൻ പറയും. ഒരിക്കലും പഠിക്കില്ലായിരുന്നു. എഴുന്നേറ്റിട്ട് കണ്ണും തുടച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, പറഞ്ഞിട്ടിരിക്കും. അതേ ആൾ ഞാൻ രാത്രി കാലങ്ങളിൽ 10 മണിക്ക് ബാരക്കിൽ ലൈറ്റ് ഓൺ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് പുസ്തകം എടുത്തുകൊണ്ട് ബാരക്കിന് മുന്നിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ട്യൂബ് ലൈറ്റിൻ്റെ താഴ്ത്തിരുന്ന് 3 മണി വരെ ഇരുന്ന് പഠിച്ച് 2 മണിക്കൂർ കിടന്നുറങ്ങി 5 മണിക്ക് എഴുന്നേറ്റ് സ്പോർട്സിന് പോയിരുന്ന ആളായി മാറി. കാരണം തന്നെത്താൻ നമ്മൾ എത്ര വരയ്ക്ക് ജീവിതത്തിൽ ചിന്തിക്കുന്നില്ല, നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നില്ല. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ മകൻ വളർന്നിപ്പം അവൻ 22 വയസ്സായിരിക്കും. ഐ നെവർ ഫോഴ്സ്ഡ് ഹിം ടു ഡു എനിത്തിങ്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഐ വാസ് നോട്ട് ബോതേഡ്. ഞാൻ പറയാം മോനെ പഠിക്കണില്ലേ? പഠിക്കണം. ആ കുട്ടി 12ാം ക്ലാസ് 10ൽ അവന് കിട്ടിയത് സംതിങ് അബൌട്ട് 45% ഓർ സംതിങ്. ഞാൻ പറഞ്ഞു കൺഗ്രാജുലേഷൻസ്, യുവർ ഫാദർ ഗോട്ട് ഓൺലി 37. എനിക്ക് ഇതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. വൈ? ബിക്കോസ് വെൻ ഐ ക്യാൻ ബിക്കം ലൈക്ക് ദിസ്, റീച്ച് അപ്പ് ടു ദിസ് ലെവൽ, അവൻ തന്നെത്താൻ റിയലൈസ് ചെയ്യുന്ന സമയത്ത് അത് വരും എന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട്. സോ നമ്മൾ കുട്ടികളെ ഫോഴ്സ് ചെയ്ത് അടിച്ചിട്ടൊന്നും കാര്യമില്ല. അവരോട് പറയാം, മക്കളെ ഈ അച്ഛൻ എന്ന് വരയ്ക്ക് ജീവനോടുണ്ടാവും എന്നുള്ളത് മാത്രം നിങ്ങൾ കണക്കാക്കരുത്. അത് ചിലപ്പോൾ നാളെ ഞാൻ അടിച്ചു പോവുമായിരിക്കും. പോയി കഴിഞ്ഞാൽ നീ നടു റോട്ടിലാവും. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പ്രൊട്ടക്ഷൻ കയ്യിലുള്ള സമയത്ത് സ്റ്റഡി വെൽ, വി ക്യാൻ പ്രൊവൈഡ് എവറിത്തിങ്. അത് മനസ്സിലാക്കാൻ കുട്ടികൾ അത് മനസ്സിലാക്കിയാൽ ആ കുട്ടികൾക്ക് സേഫാണ്. അച്ഛനമ്മമാരുടെ നിഴൽ എപ്പോഴും എൻ്റെ തലയിൽ ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം നമ്മൾ കൊടുക്കണം. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞാൻ വാസ് എ കമാൻഡോ. എൻ്റെ മകൻ ജനിക്കുന്ന സമയത്ത് ഞാൻ NSGയിൽ ബ്ലാക്ക് ആർട്ട് കമാൻഡോയിൽ അവിടെയാണ് ഇവൻ ജനിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞ് ഞാനിവൻ്റെ ഒക്ടോബർ 30th പ്രസവം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റിന് ഞാൻ ശ്രീലങ്കയിൽ പോയിരിക്കുകയാണ്. 2 days ഓൺലി ഐ വാസ് ദെയർ. അത് കഴിഞ്ഞിട്ട് ഇവൻ വളരുന്ന മുഴുവൻ കാണുന്ന എങ്ങനെയാണ്? ഞാനൊരു ദിവസം ബാഗ് എടുക്കുന്ന തോക്കുണ്ടായിരിക്കും വീട്ടിൽ, അവിടെ കിടക്കും.
ഐ വാസ് ലൈക്ക് എൻ അങ്കിൾ. ഒരച്ഛനെ പോലെയല്ല. വരുന്നു, ഇയാൾ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നുണ്ട്, പിന്നെ കാണാടൊക്കെ അങ്ങ് പോകുന്നു. സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ലൈഫ് മൈ സൺ ഓൾസോ ഹാഡ് സീൻ. പിന്നെ ഇന്നിപ്പോൾ ഈ പേരും പ്രശസ്തിയെല്ലാം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുന്ന മേജർ രവി എന്ന് പറയുന്നത്, ഈ ഒരു പേരിൻ്റെ പിറകിൽ ഒരു കഠിനാധ്വാനവും വളരെയധികം നിസ്വാർത്ഥമായ സർവീസും ഉണ്ട്. അതിൽ നമ്മൾ നിസ്വാർത്ഥമായ സർവീസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു ഓണത്തിൻ്റെ ദിവസമാണ്. ഇങ്ങനെ എത്രയോ ഓണങ്ങൾ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കൂടെ അല്ലാതിരുന്നുണ്ട്. എൻ്റെ മകൻ വളർന്നു വരുന്ന സമയത്ത്. കാരണം അവിടെ ഡ്യൂട്ടിയുടെ സമയത്ത് ഭാര്യയും മക്കളും അച്ഛനും അമ്മ എന്നുള്ളതെല്ലാം ഞാൻ എപ്പോഴും സൈഡിൽ വെച്ചിട്ടേ ഉള്ളൂ. ഡ്യൂട്ടി വാസ് ഓൾവേസ് ഫസ്റ്റ് ഫോർ മീ. ഈവൻ നൗ ഓൾസോ ടൈമിങ്ങിന് ഇപ്പോഴും എനിക്ക് വളരെയധികം ഐ ഗോട്ട് ദാറ്റ് ഡിസിപ്ലിൻ ഓഫ്, നമ്മൾ കയ്യിൽ വാച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ സമയം നോക്കി കറക്റ്റ് സമയത്ത് എത്താനാണോ, ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അതിനകത്ത് ഈ മകനും അച്ഛനുമായിട്ടുള്ള ബന്ധം പലപ്പോഴും വളരെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അവർ മിസ്സായത് എന്താണെന്ന് ചോദിക്കും. കിട്ടിയത് പ്രസിഡൻറ്റിൻ്റെ ഗാലറി മെഡൽസ് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മോൻ്റെ ഒരു മോനേ ഉള്ളൂ. എൻ്റെ മോൻ്റെ വളർന്നു വരുന്ന സമയത്തുള്ള കുട്ടിക്കാലത്തുള്ള ആ മൃദുലമായ താടിയും കവളും അവൻ്റെ മൃദുലമായിട്ടുള്ള ചന്തിയും ആ ഒരു കുട്ടികളുടെ ഒരു ഇതുണ്ടല്ലോ, ആ ഫീല് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഐ മെറ്റ് നോട്ട് എ ഗോട്ട് ദാറ്റ് ഹീറ്റ് ഓഫ് മൈ സൺ. അതൊരു നഷ്ടമാണെങ്കിൽ അല്ല, അതൊരു നഷ്ടമാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു സൈന്യം, ഒരു ആർമിയുടെ ഭാഗമാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു മകൻ്റെ ഒരു ലാളിത്യം നഷ്ടപ്പെട്ടെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ഒരു കെയർ. അതാണ് ഞാൻ പറയുന്നത്. ഏറ്റവും അധികം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ പുറത്തിറങ്ങി റോട്ടിൽ നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആസ് എ സോൾജർ. എന്നെ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എന്നെ 90% ഓഫ് ദ ചെറുപ്പക്കാരും എന്നെ കാണുന്നതും മേജർ രവി ആസ് എ ഡയറക്ടറായിട്ടല്ല, അവരെന്നിൽ കാണുന്നത് ഞാൻ പഴയ സർവീസ് ചെയ്തിട്ടുള്ള ആ ഒരു കിക്കാണ്. ആ യങ്സ്റ്റേഴ്സ് എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് അവരുടെ ഫേസിൽ കാണാൻ സാധിക്കും. ആ കിക്ക് തന്നെയാണ് എനിക്കും വേണ്ടത്. എനിക്കൊരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എന്നെ കാണുന്നതിൽ എനിക്ക് ഐ ആം നോട്ട് ബോതേർഡ്. ഓക്കെ, മരിക്കുന്നവർക്ക് ഒരാഗ്രഹമുണ്ട്, മരിച്ചു കഴിഞ്ഞാലും ഈ മേജർ രവി എന്നുള്ള വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി വാസ് എ ഗുഡ് കമാൻഡോ എന്നുള്ളത്. ആ പേരിന് സിനിമ സെക്കൻഡറിയാണ്. സിനിമ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന സിനിമകളെല്ലാം ഒരു സാമൂഹികമായിട്ടുള്ള വാല്യൂസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതെൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. ആസ് എ ഡയറക്ടർ എനിക്ക് വേണമെങ്കിൽ വർഷത്തിൽ 5 പടം ചെയ്യാം. അത് കാശുണ്ടാക്കൽ മാത്രമായിരിക്കും. കാശ് ഒന്നുമില്ലാത്തടത്തുനിന്ന് ഇതുവരെയൊക്കെ എത്തിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് കാശിന് അത്ര വലിയ ആർത്തിയൊന്നുമില്ല. നമുക്ക് ഇന്ന് ആവശ്യത്തിനുള്ള കംഫർട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് കംഫർട്ട്? ഞാൻ ചോദിക്കുന്ന മുകേഷ് അംബാനിക്ക് ലക്ഷക്കണക്കിന് കോടികളുണ്ട്. അദ്ദേഹം കിടന്നുറങ്ങുന്ന ഒരു ബെഡ്റൂമിലാണ്, ഞാൻ കിടന്നുറങ്ങുന്ന ഒരു ബെഡ്റൂമിലാണ്. അദ്ദേഹത്തിന് 350 റൂമുണ്ടെന്ന് പറഞ്ഞാൽ ഈ 350 റൂമിൽ ഒരു രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. സോ വൈ ദ പീപ്പിൾ ആർ ഹാവിങ് ദിസ് കൈൻഡ് ഓഫ് ഗ്രീഡ് ഫോർ ദിസ് മണി? അതാണ് മാറ്റിവെക്കേണ്ടത്. ആ ഗ്രീഡ് മാറ്റിവെച്ചാൽ തന്നെ നമ്മൾ സർവീസിനും നമ്മൾ രാഷ്ട്രത്തിനും നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് മാറും. നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ കഴിയുന്നവർക്ക് കൊടുക്കുക. ഈ ഒരു മൈൻഡ് ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ യു ആർ എ ഗുഡ് ഹ്യൂമൻ ബീങ് ഫോർ ദ സൊസൈറ്റി. ആൻഡ് വെൻ യു ഡൈ ദർ വിൽ ബി എ ഗുഡ് സ്പേസ് ഫോർ യു. ആ 6 അടി മണ്ണെന്ന് പറയുന്നത് നല്ലൊരു സ്പേസ് നമുക്ക് ജനങ്ങൾ തരുന്നൊരു സ്പേസായിട്ട്, നമ്മുടെ സ്ഥലമായിട്ടല്ല ഞങ്ങളുടെ കേൾക്കുന്നത്, നമ്മുടെ ആടി ഒന്നുമില്ല. സോ അത് സെപ്പറേറ്റ്. ദെൻ സിനിമ എന്നുള്ളത്, സിനിമ ഞാൻ പട്ടാളം കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കിക്ക് ഞാൻ ഇങ്ങനെ കൊണ്ട് നടത്തിയത്. എല്ലാ ദിവസവും സിനിമ കാണും. പട്ടാളത്തിൽ ഇരുന്ന സമയത്തും ഞാൻ സിനിമ കാണും, വീഡിയോയും അതും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പുറത്ത് വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ റോളൊക്കെ ചെയ്ത് ഇങ്ങനെ മോഹൻലാലിൻ്റെയും നമ്മൾ ഫ്രണ്ട്സാണ്, അവരെ കൂടെ ഇങ്ങനെ നടക്കുക ആൻഡ് എൻജോയ് ദ സിനിമ എന്നുള്ളത്. ബട്ട് ഒരു സ്റ്റേജിൽ അറിയുന്നത് നമുക്ക് തന്നെ റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനെ നടക്കുന്നതിൽ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോവുകയാണെന്നുള്ളത് മനസ്സിലാവാം. അപ്പോഴാണ് ഞാൻ വിചാരിച്ച് വൈ ഷുഡ് ഐ ബിക്കം ദ ക്യാപ്റ്റൻ ഓഫ് എ സിനിമ, ദാറ്റ് ഈസ് ദ ഡയറക്ടർ. അങ്ങനെയാണ് കീർത്തിചക്ര എന്നുള്ള സിനിമ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന്, നിങ്ങൾ കണ്ട മോഹൻലാൽ ശരിക്കും ജീവിതത്തിൽ ഞാനായിരുന്നു. ഞാൻ കൊന്നതാണ് ആ 7 പേരെ. ഞാൻ കണ്ട സ്ത്രീയാണ് അവിടെ ഇരുന്ന് കരഞ്ഞിരുന്നത്. ഞാൻ കണ്ട സ്ത്രീയാണ് അവരുടെ മക്കളെ റേപ്പ് ചെയ്യുന്നത് കണ്ടത്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതിനകത്ത് മോഹൻലാൽ ഭാര്യനെയും ഭാര്യയുടെ അച്ഛൻ്റെയും ആ വഴക്കം ഇതെല്ലാം അത് എൻ്റെ ഭാര്യയുടെ അച്ഛനാണ്. അങ്ങേർക്ക്
എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുക, എൻ്റെ ഇഷ്ടത്തിന്. അല്ലാതെ ഭർത്താവ് ഒരു പട്ടാളത്തിലുണ്ട്, എത്രയോ പട്ടാളക്കാരുണ്ട്, ബട്ട് മേജർ രവി ഈസ് ഡിഫറെൻറ്റ്. ആൻഡ് അതിന് നിൻ്റെ അച്ഛൻ എനിക്കൊരു വിലങ്ങായിട്ട് നിൽക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് കെയർ ഫോർ ഹിം, ബിക്കോസ് ഐ ഡോണ്ട് കെയർ ഫോർ എനിബഡി ആസ് ഫാർ ആസ് മൈ ഡ്യൂട്ടി ഈസ് കൺസേൺ. അതിനെൻ്റെ ഭാര്യ കൂടെ ഇറങ്ങി വന്നു, അതും ഞാൻ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ആ കൂടെ ഇറങ്ങി വന്നതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. നേരെ മറിച്ച് ജീവിതത്തിൽ അത് യോഗം ഉണ്ടായിരിക്കില്ലായിരിക്കും, ഡൈവോഴ്സ് ആവാനുള്ളത്. ഓക്കെ, സോ വി ആർ ടുഗദർ നൗ. അപ്പോൾ എവിടെയും നമ്മൾ മുട്ടുകുത്തിയിട്ടില്ല. നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നത് കറക്റ്റാണ് എന്നുള്ളത് വരുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഭാര്യ പിന്നീട് മനസ്സിലാക്കുകയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ്. ടുഡേ ഷീ ഈസ് പ്രൗഡ് ഓഫ് ഇറ്റ്. അന്ന് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരുമായിരിക്കും. അതിലൊക്കെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പല കല്യാണം കഴിച്ചിരിക്കുന്നവരോടും ചെറിയൊരു അഡ്വൈസ്, കല്യാണം കഴിക്കുന്നത് നമുക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു ഫീൽഡാണ് ഈ ചെയ്യുന്നത്. ആദ്യമായിട്ടായിരിക്കും കല്യാണം, ആ കുട്ടിക്കും അതെ നമുക്കും അതെ. ഇതിനകത്തുള്ള കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കൊക്കെ വർഷങ്ങൾ കുറേ ഇടപെടും. അപ്പോൾ ഇത് ആദ്യം വല്ലവരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ രണ്ടുപേരെയും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇതിൽ എവിടെ ബാലൻസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ മോൻ്റെ അടുത്താണെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ അവൻ അനുഭവിക്കരുത്. So I should tell that, listen baby, your wife will be possessive about you. That time don't care for us. We know that you love me. ഇതൊന്നും നമ്മളടുത്ത് പറഞ്ഞു തരാൻ നമ്മുടെ അച്ഛനമ്മമാർക്ക് അതില്ല. അവർ പൊസസീവാണ്. എൻ്റെ അമ്മ എന്നെ പൊസസീവാണ്, ഭാര്യയ്ക്ക് പൊസസീവാണ്. എല്ലായിടത്തും കൂടി നടുക്കിൽ നിൽക്കുന്ന ആരാണ്? ഒരു മേജർ രവി. ഇതൊന്നേ ഉള്ളൂ. ഭാര്യയ്ക്കും വേണം, അമ്മയ്ക്കും വേണം, എല്ലാവർക്കും വേണം. ഇതിനിടയിൽ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും. അപ്പോഴാണ് വീട്ടിൽ വഴക്കുണ്ടാകുന്നത്. സോ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് വന്ന് അങ്ങനെ ഒരു കീർത്തിചക്ര ഉണ്ടായി. കീർത്തിചക്ര അതിലേക്ക് തന്നെ വരാം. ആദ്യത്തെ സിനിമ താങ്കൾ തന്നെ പറഞ്ഞു, പണ്ട് കുട്ടിയായിരുന്നപ്പം താരങ്ങളെ, നക്ഷത്രങ്ങൾ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ട പോലെ നമ്മൾ കണ്ട സംവിധായകരും നടന്മാരും. അതിലേക്ക് ആദ്യത്തെ സിനിമ യാഥാർത്ഥ്യമാകുന്നു. എങ്ങനെയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെ ഉൾക്കൊണ്ടത്? ആ സിനിമയുടെ ഒരു റിലീസ് എന്ന് പറയുന്ന സംഭവം തന്നെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാം. ആ സിനിമ എടുക്കാൻ വേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കാശ്മീരിൽ പോയിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ഗൺസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫയർ ചെയ്തിരിക്കുന്നതും അതെല്ലാം. കാരണം ഒരു ക്യാമറ വെക്കുന്ന സമയത്ത് ഒറിജിനൽ ഗണ്ണിൻ്റെ 1 ഡിഗ്രി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ക്യാമറ അടക്കം പോകും, ആൾ മരിച്ചു പോകും. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ആ പടം ചെയ്തിരിക്കുന്നത്. കാരണം റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് പടം ചെയ്യണം എന്നുള്ളതിൻ്റെ. അത് ചെയ്ത് പുറത്ത് പടം റിലീസാവുന്ന ദിവസം എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ച്, ദൈവമേ ഒരു 10-20 ദിവസം, 25 ദിവസം, ഒരു 25-ാം ദിവസത്തിൻ്റെ പോസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കാണാൻ സാധിക്കണേ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഇറങ്ങി അജന്ത തിയേറ്ററിലായിരുന്നു ആ സിനിമ കളിച്ചിരുന്നത്. അങ്ങനെ തിയേറ്ററിൻ്റെ മുമ്പിലേക്ക് നടന്നു ചെല്ലുമ്പോൾ കുറേ ക്രൗഡ്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഗേറ്റിലിപ്പം അയാൾ തുറക്കുമല്ലെന്നുള്ള അറിയില്ല, എന്നാലും പറഞ്ഞു നോക്കാം, ഈ പടത്തിൻ്റെ ഡയറക്ടർ ഞാനാണെന്നുള്ളത്. സത്യമാണ്, അത്രയും ഇന്നസെൻ്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഗേറ്റ് തുറക്കുമോ, ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇയാളുടെ അടുത്ത് ഇനിയിപ്പോൾ തലൂടാൻ നിൽക്കണം, ഞാനാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗണപതി കോവിലിൻ്റെ അവിടുന്ന് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ക്രൗഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറേ. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയും ക്രൗഡ് എൻ്റെ സിനിമയ്ക്കുള്ളതാണോ എന്നുള്ളത് ഞാൻ ഇമാജിൻ ചെയ്തിട്ടില്ല. അതൊക്കെ സിനിമ നോക്കുമ്പോൾ അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ ക്രൗഡും കണ്ടപ്പോൾ ഞാൻ കുറച്ചൊന്ന് സന്തോഷമായിരുന്നു. ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടല്ലേ സിനിമ കാണാൻ. പെട്ടെന്നായിരുന്നു ക്രൗഡെന്നൊരു പയ്യൻ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പം എന്നെ നോക്കി. അപ്പോൾ ഞാൻ നോക്കി, എന്നെ കണ്ട് അപ്പോൾ ഞാനൊന്ന് നോക്കണം, ഒന്നോട് നോക്കുക, ഞാൻ തന്നെയാണ് ഇതൊന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൊരു ലെവലിൽ. അത് മേജർ രവി എന്ന് പറഞ്ഞപ്പം ഞാൻ അതായത് നീ റെക്കഗ്നൈസ് ചെയ്യില്ല, കുറച്ചുകൂടെ ആൾക്കാർ കാണുന്നുണ്ട്, എന്നാൽ ഗേറ്റൊന്നും തുറന്നു കിട്ടില്ലോ. അവരവിടുന്ന് ഓടി വരുന്നു, എന്നെ പിടിച്ച് പൊക്കുന്നു. പിന്നെ ഞാൻ എയറിലാണ്. എയറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് മെൻ്റലി, ലിറ്ററലി ഐ വാസ് ഇൻ ദ എയർ, ഫിസിക്കലി ഐ വാസ് ഇൻ ദ എയർ. എന്നെ പൊക്കിക്കൊണ്ട് ആ ഗേറ്റ് അങ്ങ് വൈഡ് ഓപ്പൺ ആവുന്നു അജന്ത തിയേറ്ററിൻ്റെ. ഞാനിങ്ങനെ ഇവർ പൊക്കിക്കൊണ്ട് പോയിട്ട് തിയേറ്ററിൽ ഭയങ്കര ആരവും എല്ലാം കൂടെ. ഇപ്പോൾ 2ാമത്തെ ഷോ തുടങ്ങാൻ പോകണം. ആദ്യത്തെ ഷോ കഴിഞ്ഞതിൻ്റെയാണ് ഇപ്പോൾ ഈ റിയാക്ഷൻ. അപ്പോഴാണ് അറിയുന്നത് മേജർ രവി ഈസ് ബോൺ ആസ് എ ഡയറക്ടർ. പിന്നെ ജനങ്ങൾ എന്നെ നോക്കുന്നത് മുഴുവൻ ഇത് എന്താണ് ഈ മനുഷ്യൻ, വാട്ട് ഡിഡ് ഹി ഡു. കാരണം ഒരാളും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു പട്ടാളക്കാരൻ ഇങ്ങനൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമെന്നുള്ളത്. സോ അത് ഒന്ന്, ആ ഒരു സർപ്രൈസ്. രണ്ടാമത്തത്, മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ ഇൻ റിയൽ ലൈഫിൽ ഈ മനുഷ്യനാണ്
എന്ന് അറിയുന്ന സമയത്തുള്ള ഒരു ആരാധന. അതെ. ഇത് രണ്ടും കൂടി ആവുന്ന സമയത്താണ് നമ്മൾ പിന്നെ അച്ഛനമ്മമാരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗുരുത്വം, ഗുരുനാഥന്മാരുടെ ഗുരുത്വം, ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ദൈവമേ നിലത്ത് തന്നെ നിർത്തണേ, തല കൊണ്ട് വേറെ എവിടെയെങ്കിലും വെക്കരുത് എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നുകൂടെ അങ്ങ് ബെൻഡാവുകയാണ്. ഇവിടെയാണ് ഒരു മനുഷ്യന് ഹോൾഡിങ് ദ സക്സസ് എന്ന് പറയുന്ന സംഭവം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഐ കുഡ് മെയിൻറ്റെയിൻ ദാറ്റ്. ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പറൊക്കെയാണ്, പക്ഷേ ഈ കീർത്തിചക്രയ്ക്ക് ശേഷം ഒരിക്കലും ഞാൻ ഒരിടത്തും എൻ്റെ ടെമ്പർ ഞാൻ ലൂസ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ അത് പറയും, എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി, ഓ ഇയാൾ ഇങ്ങനെയാണ് കേട്ടോ. ഇത് സ്വാഭാവികമാണ്. സോ യു ഗോട്ട് ടു ബി ഡബ്ലി ഷുവർ ദാറ്റ് യു ഡോണ്ട് കമ്മിറ്റ് എനി മിസ്റ്റേക്ക്. ട്രാഫിക് വയലേഷൻ അടക്കം എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഫൈൻ കെട്ടിയിട്ടേ പോകുള്ളൂ, അല്ല എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ എക്സ്ക്യൂസ് അടിച്ച് ഞാൻ പോകില്ല. ഞാൻ പറയുന്ന ഇല്ല, ഞാൻ തെറ്റിയതെങ്കിൽ നിങ്ങൾ ഫൈൻ അടിച്ചേ പറ്റൂ. എത്രയോ സ്ഥലത്ത് ഞാൻ ചലാൻ വാങ്ങിച്ച് പോയിട്ടുണ്ട്. സ്പീഡിൽ ഓടിക്കുന്ന പ്രശ്നമുണ്ട് എനിക്ക്. കാരണം ജീവിതത്തിൽ എന്നും ഞാൻ വിചാരിക്കും സമയമില്ല, നമുക്കെന്തോ എനിക്ക് അങ്ങനെ തോന്നലാണ്, സമയമില്ല, നാളത്തെ ദിവസം നമുക്കുണ്ടോ ഇല്ല എന്നുള്ളത് ഒരു വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇന്നത്തെ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്ത് പോകും, നാളെ ഉണ്ടോ എന്നുള്ളത് ആർക്കറിയുന്നു. സോ ഐ അപ്രോച്ച് ദ ലൈഫ് ലൈക്ക് ദാറ്റ് ആൻഡ് ഐ ഗോ ലൈക്ക്. താങ്കളുടെ പേരിൽ ഞങ്ങൾ ഏവരും അഭിമാനിക്കുകയാണ്. കാരണം ഇങ്ങനെ സൈന്യത്തിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മളെ ഇത്രയേറെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് താങ്കളാണ്. എന്താണ് സിനിമയിൽ അത് മാക്സിമം താങ്കൾ ഉദ്ദേശിച്ച രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യമുണ്ടോ? സൈന്യത്തിൻ്റെ ആർമിയുടേതായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു കാര്യം ഞാൻ പബ്ലിക്കിൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. പബ്ലിക് ഇപ്പോൾ വായിക്കുന്നുണ്ടാവും പേപ്പറിലൊക്കെ പട്ടാളത്തിൻ്റെ കറപ്ഷൻ അതെന്ന്. എൻ്റെ അടുത്ത് ചില പട്ടാളക്കാർ ചോദിച്ചിട്ടുണ്ട്, സാറെന്താ ഇവിടുത്തെ കറപ്ഷനൊന്നും കാണിക്കാത്തത് എന്ന് പറഞ്ഞ് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ, ഇന്ന് പട്ടാളത്തിൻ്റെ പേരെന്ന് പറയുന്നതും ജനങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ നെഗറ്റീവിനെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ